ചെയ്യാത്തവരെ മനസ്സിലാകാത്തവരോട് ശ്രദ്ധിച്ചോണം. ക്വസ്റ്റ്യൻ പറയണവനെ. A train covers a distance of 300 kilometer between two stations at a speed of x kilometer per hour. Another train covers same distance at a speed of x minus 5 kilometer per hour. If first train takes 3 hours less than the second train, find the speed of each train. അല്ലേ? അതായത് ഇവിടെ വരുന്ന ഒരു ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 300 ബിറ്റ്വീൻ ടു സ്റ്റേഷൻ. അതായത് രണ്ട് സ്റ്റേഷനാണ്. ഇത് നോക്കിയോ, ഇതും രണ്ട് സ്റ്റേഷനാണ്. ഇതിനിടയ്ക്ക് ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ സ്പീഡ്, അവർ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് കിലോമീറ്റർ പെർ അവറിലാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ ടൈം എത്ര എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം സ്പീഡ് ഈസിക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസിക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. ഡിസ്റ്റൻസ് എത്രയാ? 300. ടൈം സ്പീഡ് എത്രയാ? എക്സ്. അപ്പോൾ ഇത് T1 എന്ന് എടുക്കാം. ഫസ്റ്റ് കേസിലല്ലേ? ഫസ്റ്റ് കേസിൽ ടൈം T1. രണ്ടാമത് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അനദർ ട്രെയിൻ കവേഴ്സ് സെയിം ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് x minus 5 കിലോമീറ്റർ. അതായത് വേറൊരു ട്രെയിൻ, സെക്കൻഡ് കേസിൽ വേറൊരു ട്രെയിൻ സെയിം ഡിസ്റ്റൻസ് എത്ര സ്പീഡിലാണ് കവർ ചെയ്യുന്നത്? x minus 5 കിലോമീറ്ററിൽ. അതായത് ആദ്യത്തെ സ്പീഡിനേക്കാളും 5 കിലോമീറ്റർ കുറവ് സ്പീഡിലാണ് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എന്താ? സ്പീഡ് കുറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ട്രെയിൻ കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുത്തേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് രണ്ടാമത്തേത് T2 ഈസിക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? 300 ഡിവൈഡ് ബൈ x minus 5. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത്? മുകളിലത്തെയാണ് വലുത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രെയിൻ എന്തായാലും എത്ര സമയം എടുക്കും? ആദ്യത്തെ ട്രെയിനാണോ രണ്ടാമത്തെ ട്രെയിനാണോ കൂടുതൽ സമയം എടുക്കുന്നത്? രണ്ടാമത്തെ ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. എന്തുവാ? 3 hours ലെസ് എന്ന്. അപ്പോൾ 3 hours ലെസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? അതായത് ഇവിടെ കൂടുതൽ T1 ആണ്. T1 മൈനസ് T2 ഈസിക്കൽ എത്രയാ? എത്ര 3 hours. 3 hours എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 3 hours എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 hours 3 എന്നങ്ങ് എഴുതിയാൽ മതി, അവേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം: 300 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 300 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5 ഈസിക്കൽ എത്രയാ? 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? എൽസിയം എടുക്കാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ നമുക്ക് 300 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/x മൈനസ് 1/x മൈനസ് 5 വരുന്നു, ഈസിക്കൽ ടു 3 വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ 300നെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 1/x മൈനസ് 1/x മൈനസ് 5 ഈസിക്കൽ ടു 3/300 എന്നാവുന്നു. ഇത് കട്ട് ചെയ്യുന്നു, 1/100 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൽസിയം എടുക്കുന്നു. ഇത് ഇങ്ങോട്ടും ആരോണ് ഇവിടെ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ ഇങ്ങോട്ടും ചെയ്യുന്നു. ഈ 300 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3/300 കിട്ടുമ്പോൾ 1/100 കിട്ടും. അങ്ങനെയാണെങ്കിൽ x മൈനസ് 5 മൈനസ് എക്സ് ഡിവൈഡ് ബൈ എന്താ? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 ആണോ? ഈസിക്കൽ എത്രയാ? 1/100 ആണോടാ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഈ പ്ലസ് എക്സും മൈനസ് എക്സും പോയി കഴിഞ്ഞാൽ ബാക്കി മണ്ടയ്ക്ക് -5 ഡിവൈഡ് ബൈ എത്ര? x² മൈനസ് 5x ഈസിക്കൽ എത്രയാണ്? 1/100. എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു താഴെ. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ -5 ഇൻറ്റു 100 ഈസിക്കൽ ടു 1 ഇൻറ്റു x² മൈനസ് 5x ആണല്ലോ. അപ്പോൾ -500 ഈസിക്കൽ ടു എത്രയാണ്? x² മൈനസ് 5x. നമുക്ക് ഈ -500നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തെന്ന് വരും? x² മൈനസ് 5x പ്ലസ് 500 എന്ന് വരും, ഈസിക്കൽ ടു 0 എന്ന് എഴുതാം. ആണോ? അല്ലെങ്കിൽ ഈ 0 ഇവിടെ എഴുതിയിട്ട് പിന്നെ എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ എന്താ? a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് -5 ആണ്, c എന്ന് പറയുന്നത് 500 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് ഈസിക്കൽ ടു a ഇൻറ്റു c ആണ്. എത്രയാ? 500 ആണ്. സം എന്ന് പറയുമ്പോൾ എത്രയാണ്? -5 ആണ്. എങ്ങനെയായിരിക്കും കിട്ടുക? ഏതൊക്കെ നമ്പർ ആയിരിക്കും കിട്ടുക? 20ഉം 25 അല്ലേ? 20 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 500 കിട്ടും.
20 പ്ലസ് 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടണം, -5 ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്തിൻ്റെ കൂടെ ചെയ്യണം? -2 കൊടുക്കണം, ശരിയല്ലേ? ആണോ? 2 മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? എന്താ പറ്റാത്തത്? ഒരെണ്ണത്തിന് മൈനസ് കൊടുത്താൽ ഈ 500 മൈനസ് വരത്തില്ലടാ. അപ്പോൾ ഇതേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ x² മൈനസ് 20x മൈനസ് 25x പ്ലസ് 500 ഈസിക്കൽ എത്രയാ? 0. ഇവിടുന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 20, ഇവിടുന്ന് മൈനസ് 25 കോമൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് x മൈനസ് എത്രയാ? 20 കിട്ടും, ഈസിക്കൽ 0. ഇവിടുന്ന് x മൈനസ് 20 ഇത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? x മൈനസ് 25 ഈസിക്കൽ 0. അപ്പോൾ x മൈനസ് 20 ഈസിക്കൽ 0 ആണെങ്കിൽ x ഈസിക്കൽ എത്രയാ? 20. അപ്പോൾ രണ്ട് വാല്യൂ കാണുമല്ലോ. x ഈസിക്കൽ 20, x ഈസിക്കൽ 25 ഉണ്ടോ? ആണോ? ഉണ്ടോ? 20 25 ഉണ്ടോ ആൻസറിനകത്ത്? എന്തേ ഉള്ളൂ? അപ്പോൾ ഇതെടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടിയത് ദേവനാരായൺ? സന? നിരഞ്ജൻ ഇങ്ങനെയാണോ കിട്ടിയേ?